അന്നേ ആൾക്കാർ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കൂല എന്നുള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നില്ല. മറിച്ച് നേരത്തെ പറഞ്ഞാലോ ഏതോ മന്ത്രിമാരെന്നെ പറ്റി ആക്കാൻ റിപ്പോർട്ട് നിങ്ങൾ പറയപ്പെടുന്ന ഞങ്ങൾ കേൾക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഗുലാം നബിയും സൽമാൻ ഖുർഷിദൊക്കെയാണ്. MESന്റെ രാജസ്ഥാൻ സമ്മേളനത്തിൽ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ കിടന്ന് ഒച്ചുണ്ടാക്കി. ഒന്നും കിട്ടുന്നില്ല, വെറുതെ ഇങ്ങനെ നമ്മളെ പറ്റിക്കാനാണെന്നുള്ള മട്ടിൽ. മൂന്നാമത് ഞാനെന്ന് പറയാം, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അതിൻ്റെ ക്യാമ്പസുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അത് തുടങ്ങിയത് വെസ്റ്റ് ബംഗാളിലും BJP ഭരിച്ചുകൊണ്ടിരുന്ന JDU ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ബീഹാറിലും കേരളത്തിലുമാണ്. കോൺഗ്രസിൻ്റെ ഒരൊറ്റ സംസ്ഥാനത്തും തുടങ്ങിയില്ല. പിന്നെ തെറ്റിദ്ധാരണ വരുത്തി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, അതിന് മൈനോറിറ്റി സ്റ്റാറ്റസ് ഇല്ല, ഒരു മുസ്ലിമിനോട് പ്രത്യേകിച്ച് ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഇത് മൂന്നാമത്തെ. അപ്പോൾ ഈ തരത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നു. ഈ സ്കീമുകൾ പ്രായോഗികമായിട്ട് നടപ്പായില്ല എന്നല്ലേ. പക്ഷെ നടപ്പാക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൊട്ടിഘോഷിക്കപ്പെട്ടു. പക്ഷേ ഇത് കൊട്ടിഘോഷിക്കപ്പെട്ടപ്പോൾ ഉദാഹരണം ന്യൂനപക്ഷ പദവി കേരളം തന്നെ നമുക്ക് എടുക്കുക. കേരളത്തിലെ ന്യൂനപക്ഷമാണല്ലോ, ഈ ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം വിദ്യാഭ്യാസ രംഗത്ത്. അപ്പോഴാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ പറഞ്ഞത് ഞങ്ങൾ 100 സീറ്റ് എടുക്കും, ഒരു സീറ്റ് പോലും കൊടുക്കൂല എന്നുള്ളത്. അപ്പോൾ ന്യൂനപക്ഷ പദവി തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്ത് സംബന്ധിച്ചു, കുറേ കച്ചവടക്കാർ കുറേ സ്ഥാപനങ്ങൾ തുടങ്ങി, അവരും പോയി ന്യൂനപക്ഷ പദവി വാങ്ങിച്ചു. അപ്പോൾ എന്തായി, സാധാരണ മുസ്ലിം നോക്കുമ്പോൾ അവർക്ക് യാതൊരു ഗുണം കിട്ടിയില്ല. അപ്പോൾ ന്യൂനപക്ഷ പദവി കൊണ്ട് ഗുണം കിട്ടിയില്ല. ന്യൂനപക്ഷങ്ങൾക്കും സംതൃപ്തി ഉണ്ടായില്ല. അല്ല, അല്ലെങ്കിൽ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കിഷൻഗഞ്ച് മാതിരിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലൊക്കെ കോൺഗ്രസിന് മെച്ചം കിട്ടണ്ടേ. കോൺഗ്രസിന് ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള റാംപൂർ ഉത്തർപ്രദേശിൽ മനസ്സിലായി, കോൺഗ്രസിന് സ്ഥിരം MP ഉണ്ടായിരുന്ന സ്ഥലമാണ്. കിഷൻഗഞ്ച് ബീഹാറിൽ, അല്ലെങ്കിൽ ആകെ എനിക്ക് തോന്നുന്ന മാൾഡേ. അപ്പോൾ AK ആന്റണി പറഞ്ഞതിൽ ഒരു വാസ്തവം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. പൊതുവെ ഒരു തോന്നൽ അങ്ങനെ ഉളവായി എന്നും അത് ഭൂരിപക്ഷത്തിൽ ഒരു അതൃപ്തി ഉണ്ടാക്കി എന്നും പറഞ്ഞാൽ അതെ, അത് ഉണ്ടായി. കാരണം വെച്ചാൽ ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ക്രൈസ്തവ സമുദായ അല്ല മുസ്ലിമുകളും ക്രിസ്ത്യാനികളും കൂടിയ സ്വയാശ്രയ മേഖലയിലെ 75 തൊട്ട് 80% സ്ഥാപനങ്ങൾ അവരുടെ കയ്യിലായി. അവർക്ക് 100 സീറ്റ് എടുക്കാൻ എന്നായി. അപ്പോൾ ഭൂരിപക്ഷ സമുദായം, പ്രത്യേകിച്ച് അതിലെ SC ST OEC ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോൾ 2 MLA ആണ് ഈഴവൻ, 2-3 MLA ആണ്, അച്യുതനടക്കം കൂട്ടിയാണ് 3 MLA ആണ്. SC ST MLA ഒന്നുമില്ല, അനിൽകുമാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ എന്തുപറ്റി, ഹൈന്ദവ സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പിന്നോക്ക സമുദായങ്ങൾ അവർ വരെ കോൺഗ്രസിനെതിരായി. കാരണം ഇവരെന്തോ വാരിക്കോരി കൊടുക്കുന്ന, അവരെക്കാട്ടും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ മുസ്ലിമുകൾക്കെന്നുള്ള തോന്നൽ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. പിന്നെ ഇത് പൊളിറ്റിക്കലായിട്ടൊരു വിഷയമാണ്. പൊതുവെ എന്ത് ധാരണ ഉണ്ടായിട്ടുണ്ടെന്നറിയോ, ഒരു ക്രൈസ്തവ ഗ്രൂപ്പാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആൾക്കാരുടെ ധാരണ എന്താ പറയുക, ഞാൻ പടപടായെന്ന് പേര് പറയാം. AK ആന്റണി, KV തോമസ്, BJ കുര്യൻ, PC ചാക്കോ, PP തങ്കച്ചൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ കിടക്കുകയാണ് ആൾക്കാർ. അവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഇഷ്ടം പോലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ പേരുകൾ പെട്ടത് എല്ലാവർക്കും അറിയുന്ന പേരാണ്. നിങ്ങൾ അറിവിന് വേണ്ടി പറയണം, അജിത് ജോഗി സംഗമ PA സംഗമല്ല, വേറെ സംഗമം ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ നാഗാലാൻഡിലെയും ഗോവയിലെ മുഖ്യമന്ത്രിമാർ, YS രാജശേഖര റെഡ്ഡി ക്രിസ്ത്യനാണെന്ന് നിങ്ങൾക്കറിയാലോ, അജിത് ജോഗി. അപ്പോൾ ക്രൈസ്തവ മുഖ്യമന്ത്രിമാർ അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിമൊക്കെ കോരി കൊടുക്കുന്നു, ഭരണത്തിലിരിക്കുന്ന മുഴുവൻ ക്രൈസ്തവർ. ഫൈനലായിട്ടൊരു കാര്യം പറയാം, മൻമോഹൻ സിംഗ് ഒരു ഡയലോഗ് അടിച്ചുവിട്ട് എന്താണെന്നറിയോ, വിഭവങ്ങളുടെ മുതലാവകാശം ന്യൂനപക്ഷങ്ങൾക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. വിഭവങ്ങളുടെ മുതലാവകാശം SC ST കൾക്കാണ്. അവരുടെ അടുത്താണ് ഒന്നുമില്ല, ഒരു വിഭവമില്ല, ഭൂമിയില്ലാത്ത. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയലോഗുകളും ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയും ഒക്കെ സംഘപരിവാർ മോഡിയുടെ മായത്തെ തന്ത്രജ്ഞൻ്റെ കയ്യിൽ അങ്ങനെ വീണപ്പോൾ അദ്ദേഹം അത് വേണ്ട വിധത്തിൽ RSSൻ്റെ ആ മെക്കാനിസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വേറെ രീതിയിൽ UPA ചെയ്തത് നല്ല രീതിയിലാണെന്ന് ഞാൻ പറയട്ടെ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരാം തങ്ങളിലേക്ക്. ശ്രീ സേനാപതി വേണു, അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് വാരിക്കോരി കൊടുത്തു എന്ന തോന്നൽ ഉണ്ടായി, എന്നാൽ അത് നടപ്പായതുമില്ല. അപ്പോൾ ഇരു വിഭാഗങ്ങളുടെയും അതൃപ്തിക്ക് അത് കാരണമാവുകയും ചെയ്തു. ഇല്ല, ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിന് ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോ എന്താ പറഞ്ഞ അങ്ങനെ ഒരു കാരണമുണ്ട് എങ്കിൽ പോലും അതൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമാകത്തക്ക ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും, ഈ ഫസൽ കപൂർ സാർ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോകുവാനും ഒക്കെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും ഇടയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണമോ ഇല്ലെങ്കിൽ ഒരു വർഗീയ ഏകീകരണമോ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ വിലയിരുത്തുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, പല കാരണങ്ങളിൽ ഏറ്റവും ലീസ്റ്റായ ഒരു കാരണം, ഒരു 10%, 15% മാത്രം തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണമാകാവുന്ന ഒന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർഗീയ ധ്രുവീകരണം. ആ വർഗീയ ധ്രുവീകരണങ്ങളെക്കാൾ ഒക്കെ ഉപരിയായി സാധാരണ ജനങ്ങൾ അവർക്ക് ഭരണത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ആധാറിന്റെ പേരിൽ
ഭരണം തീരാൻ പോകുന്ന സമയത്ത്, എന്നാൽ ഈ രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷമോ രണ്ടാമത്തെ വർഷമോ ആധാർ നടപ്പിലാകുകയായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഗ്യാസ് സബ്സിഡി അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ എത്തുമായിരുന്നു. ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. രണ്ട്, പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ എന്ത് കാരണം പറഞ്ഞാലും ഇലക്ഷൻ വർഷം എല്ലാ മാസവും ഇതിന്റെയൊക്കെ വിലവർദ്ധനവ് വരുന്നത് സാധാരണ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ വല്ലാത്ത രീതിയിൽ അങ്ങ് ഉത്കണ്ഠാകുലരാക്കി. ജി ദേവരാജൻ കൂടി ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ജി ദേവരാജൻ, ഇവിടെ എങ്ങനെയാണ് ആന്റണി കമ്മിറ്റി സമിതി റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ കാണുന്നത്? ഇവിടെ ഭരണ പരാജയം, അഴിമതി, നയങ്ങൾ, ഇതല്ലേ വിലയിരുത്തപ്പെടേണ്ടത്? ഇതല്ലേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UPA സർക്കാരിനെതിരായ ഒരു വികാരമായി പരിണമിച്ചത് ഒരു ഭാഗത്ത്? മറിച്ച് സംഘടനാപരമായ പാളിച്ച കൂടി പറയുന്നുണ്ട്. പക്ഷേ സംഘടനാപരമായ പാളിച്ച ഏതറ്റം വരെ പോകുന്നു, ആ അറ്റത്തേക്ക് എത്താൻ, അതിനെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണാൻ ആ സമിതിയുടെ റിപ്പോർട്ടിന് കഴിയുന്നുമില്ല. ഏറ്റവും പോരാടുന്ന പാർട്ടിയുടെ അപജയത്തെയാണ് ഒരു വിലയിരുത്തൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒന്നായി കാണാതെ രാഷ്ട്രീയമായും മതപരമായും തരംതിരിച്ച് കാണുന്ന കോൺഗ്രസിന്റെ വലിയ കാല അല്ലെങ്കിൽ ഇടക്കാലത്തുണ്ടായ നിലപാടിനെ സാധൂകരിക്കാൻ. ശ്രീ ദേവരാജൻ, ഞാൻ ഇടപെടുന്നു, ദയവായി ക്ഷമിക്കുക. താങ്കളുടെ ശബ്ദ സംപ്രേഷണത്തിൽ അവിടെ വലിയ ബഹളത്തിലാണ് താങ്കൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഫസൽ ഗഫൂർ, ഇങ്ങനെ വിലയിരുത്തുമ്പോൾ വലിയ അപകടമുണ്ട്. കാരണം നമുക്കറിയാം, UPA സർക്കാർ തുടർന്ന് വന്ന നയങ്ങളെ അതിനേക്കാൾ വീര്യത്തോടെ നരേന്ദ്രമോദി സർക്കാർ പിന്തുടർന്നു വരുന്നു. അതിലുപരി ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനമാണെങ്കിൽ അതും വളരെ അപകടകരമാണെന്ന് നമുക്ക് വളരെ വ്യക്തവുമാണ്. അപ്പോൾ BJPക്ക് മുന്നിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചതിൻ്റെ പേരിൽ പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ അതിൻ്റെ സമീപനം എന്തായിരിക്കും ന്യൂനപക്ഷങ്ങളോട് എന്നത് വലിയ അപകടകരമായ സന്ദേശമല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, അപ്പുറത്തെ ഭാഗത്ത് മുതലെടുക്കാനായിട്ട് ഒരു കെണി ഒരുക്കി നിൽക്കുകയാണ് ആര്? നരേന്ദ്രമോദി. കാരണം നരേന്ദ്രമോദി സാധാരണക്കാരനല്ല, RSS പ്രചാരകമാണ്. അപ്പോൾ അദ്ദേഹം ഈ കെണി ഒരുക്കി നിൽക്കണം. അവർ RSSൻ്റെയും BJPയുടെ എക്കാലത്തെയും പ്രശ്നം എന്താണ്? അവർക്ക് ദേശീയതയെക്കാളും കൂടുതലായിട്ട് മുസ്ലിം വിരോധമാണ് അന്തർലീനമായിട്ടുള്ളത്. നമ്മൾ ഏത് RSSൻ്റെ ഏത് പുസ്തകം, ഹെഡ്വാറിൻ്റെ, ഗോൾവാക്കറുടെ അല്ലെങ്കിൽ സവാർക്കറുടെ ആയാലും പഠിച്ചാൽ മുസ്ലിം വിരുദ്ധത്തിലാണ്, വിരോധമാണതിൽ. ആൻറ്റി സെമിറ്റിസം മാതിരി, മനസ്സിലല്ലേ, എന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിത് കൈ കൊണ്ടേ കൊടുക്കുന്നത്. ഇതല്ലേ, ഇത് അവർക്കത് വാരിക്കോരി കൊടുക്കുന്നു, ഇത് വരിക. അപ്പോൾ ഒരു സംശയം വേണ്ട. നമ്മളൊരു അനാലിസിസ് നോർത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസീസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എത്ര മുസ്ലിം MP ജയിച്ചു ഇത്തവണ. ചരിത്രത്തിൽ ഏറ്റവും കുറവ് മുസ്ലിം MP ജയിച്ചിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതിൽ വർഗീയ ധ്രുവീകരണം ഒരു സംശയമില്ല. കാരണം മുസ്ലിം സ്റ്റാൾവാർട്സ് ആയിട്ടുള്ളത് പലരും തോറ്റുപോയിട്ടുണ്ട്. അത് ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാനിട്ടാണ്. ഈവൻ നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ മുസ്ലിം ജയിച്ചില്ലല്ലോ. TDP BJP സഖ്യം, മുമ്പ് ലാൽജാൻ പാഷ TDP ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം മുസ്ലിമാണ്. അതുമാതിരിയുള്ള കഥാപാത്രങ്ങൾക്ക് പോലും രക്ഷ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ വടക്കേ ഇന്ത്യയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം പ്രസൻസ്, അതായത് BJP തന്നെ പറഞ്ഞല്ലോ, ദ മുസ്ലിം വോട്ട് ബാങ്ക് ഹാസ് ബീൻ വൈപ്ഡ് ഔട്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ വേറെ കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് റീജിയണൽ പാർട്ടികളുടെ പരാജയം. അതാരും പറഞ്ഞില്ല, അത് ആന്റണി റിപ്പോർട്ടിൽ പറയണ കേട്ടിട്ടില്ല. ഒരു വലിയൊരു സംഭവം ഉണ്ട്. അത് കോൺഗ്രസ് അല്ലല്ലോ, അവിടുത്തെ മേജർ പ്ലെയർ കോൺഗ്രസ് അല്ല, DMK, TDP അതുമാതിരി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികൾ, നമ്മുടെ സമാജ്വാദി പാർട്ടി, RJD, ഈ പാർട്ടികൾ ദേ ഹാവ് ബീൻ വൈപ്ഡ് ഔട്ട് ബൈ ഹിന്ദുത്വ വേവ്. മനസ്സിലല്ലേ, ആ ഹിന്ദുത്വ വേവ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികളുടെ ബേസ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ മുസ്ലിം പ്രീണനം എന്നുള്ള പേരിൽ ഏകോപിച്ചുകൊണ്ട്, ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ വോട്ട് ബാങ്ക് അവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്തു, UPയിലും ബീഹാറിലും. അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് ഇനി പഠിക്കേണ്ടത് ഭൂരിപക്ഷ വോട്ട് തട്ടാനുള്ള വഴിയാണ് സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള ഒരു അപകടമാണ് നൽകുന്നത്. അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതില്ലേ? ഇങ്ങനെയാണ് റിപ്പോർട്ട് പോകുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് ചർച്ചകൾ നീങ്ങുന്നത് എങ്കിൽ, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളവും അപകടകരമായ ഒരു അവസ്ഥയിലാണ് ചെന്നെത്തിക്കുക. നമ്മളത് സിംപ്ലിസ്റ്റിക്. അതുകൊണ്ട് അങ്ങനെ അത്തരം ചുരുക്കി കാണണോ ഈ പരാജയത്തെ എന്ന ചോദ്യം ഉയരും. അല്ല, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഗ്രാമ ലെവലിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജാതി മതത്തിൻ്റെ പറഞ്ഞിട്ട് നഗരങ്ങളിലൊന്നും ഇത് അത്ര ബാധിക്കുന്നില്ല. അവിടെ നേരത്തെ നമ്മുടെ സേനാപതി പറഞ്ഞ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഗ്രാമ ലെവലിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മളുടെ ആ വർഗീയ ലഹളകൾ, അല്ലെങ്കിൽ ജാതി സംവരണത്തിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ കൂടെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ബേസിക് വോട്ട് ബാങ്ക്, ഹിന്ദു വോട്ട് ബാങ്ക് എന്തായെന്ന് വെച്ചാൽ ബ്രാഹ്മൺ, ഹരിജൻ,
ആദിവാസി മുസ്ലിം. അതിൻ്റെ അക്രോണിം ബാം എന്നായിരുന്നു, മനസ്സിലായില്ല. ആ ബാം കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ദാൻ 35%. കാരണം മുസ്ലിം 15% ഉണ്ട്, SC/ST നിയർലി 20% ഉണ്ട്. ആ വോട്ട് ബാങ്ക് ബ്രീച്ച് ചെയ്യാൻ പറ്റി. OBC ഒരിക്കലും മുസ്ലിമിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അത് ചൗധരി ചരൺ സിംഗിൻ്റെ കാലഘട്ടം തൊട്ടിട്ട് there was never an OBC vote bank for the Muslims, for the Congress. അപ്പോൾ ഈ ബാമിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റി മോഡിക്ക് എന്നുള്ളതാണ്. ബാമിലെ ബ്രാഹ്മണനും ഹരിജനും ആദിവാസിയും ഇപ്പോൾ SC/ST കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ജയിച്ചിരിക്കുന്നത് BJP അല്ലേ. അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. അപ്പോൾ OBC ഉദാഹരണം സമാജ്വാദി പാർട്ടിയുടെ സ്ഥിതി അറിയാമല്ലോ അവിടെ എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇവിടെ ഈ നമ്മുടെ റീജിയണൽ പാർട്ടികളുടെ ഡോമിനേഷൻ നരേന്ദ്രമോദിക്ക് തെറിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെ മോഡിക്ക് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് കൂടി ഞാൻ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയത്തിന് പകരം മതരാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരാം. അതിന് ദി അതർ ക്രിയേറ്റ് ചെയ്ത് അതർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ അതർ എന്ന് പറയുന്നത് മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിമിനെ കാണിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങൾ അവർ ക്രിസ്ത്യാനികളെ കാണിച്ചിട്ടുണ്ട്, മുസ്ലിമിനെ മാത്രമൊന്നുമല്ല കാണിച്ചിട്ടുള്ളത് ഈ നോർത്ത് ഈസ്റ്റിൽ. തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു, ഇവിടെ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ വലിയ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പരാജയ ഭീതി അവരെ ഭരിച്ചിരുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അപ്പോൾ ആരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്? മാറി നിൽക്കാൻ ആദ്യമേ ആഗ്രഹിച്ച ആളുകൾ, ഈ ചർച്ചയിൽ ആദ്യം പങ്കെടുത്ത PT തോമസിനെ പോലെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോകാമോ? ബഹുമാന്യനായ ശ്രീ AK ആന്റണിയുടെ കമ്മിറ്റി യഥാർത്ഥത്തിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിന്റെ 206 MPമാരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പെർഫോമൻസ് ആയിരുന്നു. ഒരു MPക്ക് ഇപ്പോൾ പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തിനായി ഒരു വർഷം 5 കോടി രൂപ, 5 കൊല്ലം കൊണ്ട് 25 കോടി രൂപ വികസനത്തിന് മാത്രമായിട്ട് ലഭിക്കുന്നു. ഒരു MP പാർലമെന്റ് മണ്ഡലം ശരിയായി അദ്ദേഹം പരിചരിച്ചാൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിയാൽ അടുത്ത 5 കൊല്ലക്കാലം കഴിയുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രാക്ടിക്കലായ ഉദാഹരണമാണല്ലോ കോഴിക്കോട് MP ശ്രീ MK രാഘവേട്ടൻ. അപ്പോ MK രാഘവേട്ടനെ പോലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് MPമാർക്ക് വിജയിച്ചു വരാൻ കഴിയും. അപ്പോ ആന്റണി കമ്മിറ്റി, ബഹുമാന്യായ ശ്രീ AK ആന്റണിയുടെ കമ്മിറ്റി ആദ്യം പരിശോധിക്കേണ്ടത് കോൺഗ്രസിന്റെ 206 MPമാരിൽ എത്ര പേർക്ക് മണ്ഡലത്തിൽ ജനങ്ങളുടെ മനസ്സിനൊത്ത് ഇല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഒന്നാമത്തെ ഒരു പരിശോധന നടത്തണം. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്റെ നിയോജക മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് തേനി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ശ്രീ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ആള്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞത് 5 കൊല്ലക്കാലത്തിനിടയിൽ അദ്ദേഹം ഇവിടെ ആകെ വന്നത് 3 പ്രാവശ്യമാണ്. അങ്ങനെ ഒരാൾക്ക് പിന്നീട് പാർലമെന്റിലേക്ക് ജയിക്കാൻ കഴിയുമോ? ഞാൻ അതുകൊണ്ട് എളിയൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് 206 MPമാരുടെയും അവരുടെ മണ്ഡലത്തിലെ പെർഫോമൻസ് വിലയിരുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ കാരണം എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടി ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. കോൺഗ്രസ് പാർട്ടി 2ാം UPA ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കേണ്ടിയിരുന്നയാള് ശ്രീ പ്രണബ് കുമാർ മുഖർജിയാണ്. പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആകേണ്ട ആള് പ്രധാനമന്ത്രിയായി എന്നുള്ള ഒരു തെറ്റുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് ആത്യന്തികമായി സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന എളിയൊരു കോൺഗ്രസ്